മക്കളെ, ഉറങ്ങാൻ പോവുകയാണല്ലേ? ഇന്ന് ഏത് കഥയാണ് കേൾക്കേണ്ടത്? നമുക്ക് ഒരു കൊച്ചു മത്സ്യകന്യകയായ ഏരിയലിന്റെ കഥ കേട്ടാലോ? പണ്ട് പണ്ട് വളരെ ദൂരെ കടലിന്റെ ആഴങ്ങളിൽ സൂര്യപ്രകാശത്തിന് പോലും എത്താൻ കഴിയാത്തത്ര ആഴത്തിൽ ഒരു അത്ഭുത കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരം പവിഴപ്പുറ്റുകൾ കൊണ്ടും വിലപിടിപ്പുള്ള മുത്തുകൾ കൊണ്ടും നിർമ്മിച്ചതായിരുന്നു. അവിടുത്തെ പൂന്തോട്ടത്തിൽ ആരും കാണാത്ത തരം മനോഹരമായ പൂക്കളും മരങ്ങളും ഒക്കെയുണ്ട്. കടൽ രാജാവും അദ്ദേഹത്തിന്റെ 6 പെൺമക്കളുമാണ് അവിടെ താമസിച്ചിരുന്നത്. ആ രാജകുമാരിമാരിൽ ഏറ്റവും ചെറിയവളായിരുന്നു നമ്മുടെ കഥയിലെ നായികയായ കൊച്ചു മത്സ്യകന്യക. അവളുടെ പേരാണ് ഏരിയൽ. അവൾക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദമുണ്ടായിരുന്നു. അവൾ പാടുമ്പോൾ കടലിലെ മീനുകൾ പോലും നീന്തുന്നത് നിർത്തി കേട്ടുകൊണ്ടേയിരിക്കും. അവളുടെ അരയ്ക്ക് മുകളിലേക്ക് മനുഷ്യനെ പോലെയും താഴെ കാലിന് പകരം മീനിന്റെ പോലെയുള്ള വാലുകളുമായിരുന്നു ഉള്ളത്. അവൾ എല്ലായ്പ്പോഴും കടലിന് മുകളിലുള്ള ലോകത്തെ ഓർത്ത് സ്വപ്നം കാണുമായിരുന്നു. അമ്മൂമ്മേ, ആകാശത്ത് എന്താണുള്ളത്? മനുഷ്യൻ എങ്ങനെയാണ്? അവൾ എപ്പോഴും ചോദിക്കും. അമ്മൂമ്മ പറയും, മോളെ, നിനക്ക് 15 വയസ്സ് തികയുമ്പോൾ നിനക്ക് കടലിന് മുകളിൽ പോയി ലോകം കാണാം. 5 ചേച്ചിമാരും 15 വയസ്സായപ്പോൾ മുകളിൽ പോയി വന്ന കഥകൾ മുത്തശ്ശി അവളോട് പറയുമായിരുന്നു. മഞ്ഞിനെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും മനുഷ്യരുടെ നഗരങ്ങളെപ്പറ്റിയും എല്ലാം കേട്ട് അവൾ അത്ഭുതപ്പെട്ടുപോയി. ഒടുവിൽ അവളുടെ 15ാം ജന്മദിനമെത്തി. അന്നവൾ കടലിന്റെ മുകളിലേക്ക് മെല്ലെ നീന്തിക്കയറി. തല മുകളിൽ ഉയർത്തി നോക്കിയപ്പോൾ അവൾ കണ്ടത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ആകാശം ചുവപ്പും സ്വർണ്ണ നിറവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൂരെ ഒരു വലിയ കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ട്. കപ്പലിൽ വലിയ ആഘോഷം നടക്കുകയായിരുന്നു. അവിടെ ഒരു സുന്ദരനായ രാജകുമാരനുമുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു അന്ന്. കൊച്ചു ഏരിയൽ കപ്പലിനടുത്തേക്ക് നീന്തിച്ചെന്ന് ആ രാജകുമാരനെ നോക്കി നിന്നു. അവൾക്ക് അദ്ദേഹത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. വലിയ ഇടിയും മിന്നലുമുണ്ടായി. കടലിൽ വലിയ തിരമാലകൾ ഉയർന്നു. കപ്പൽ തകർന്നു വീണു. രാജകുമാരൻ കടലിലേക്ക് വീണുപോയി. മനുഷ്യർക്ക് കടലിനടിയിൽ ശ്വസിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ വേഗത്തിൽ നീന്തിച്ചെന്ന് രാജകുമാരനെ പിടിച്ചു. രാത്രി മുഴുവൻ ആ തിരമാലകളിൽ അവൾ അദ്ദേഹത്തെ മുങ്ങാതെ കാത്തു സൂക്ഷിച്ചു. രാവിലെ ആയപ്പോൾ അവൾ അദ്ദേഹത്തെ സുരക്ഷിതമായി ഒരു കടൽ തീരത്തെത്തിച്ചു. ഒരു സുന്ദരി പെൺകുട്ടി അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ അവൾ കടലിലെ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചു നിന്നു. രാജകുമാരൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ആ പെൺകുട്ടിയെയാണ്. തന്നെ രക്ഷിച്ചത് ആ പെൺകുട്ടിയാണെന്നാണ് അദ്ദേഹം കരുതിയത്. സങ്കടത്തോടെ മത്സ്യകന്യക തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാജകുമാരനെ കാണാതെ അവൾക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഒരു മനുഷ്യ സ്ത്രീയായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ അവൾ ആഗ്രഹിച്ചു. ഒടുവിൽ അവൾ ആഴക്കടലിലെ ഭയങ്കരിയായ മന്ത്രവാദിനിയുടെ അടുത്തെത്തി. എനിക്ക് മനുഷ്യരെ പോലെ കാലുകൾ വേണം, അവൾ ആവശ്യപ്പെട്ടു. മന്ത്രവാദിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് കാലുകൾ തരാം, പക്ഷെ പകരം നിന്റെ മധുരമായ ശബ്ദം എനിക്ക് വേണം. നീ ഭൂമിയിൽ നടക്കുമ്പോൾ ഓരോ ചുവടിലും നിനക്ക് കഠിനമായ വേദനയുണ്ടാകും. ഇനി രാജകുമാരൻ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ നീ കടലിലെ പതയായി മാറിപ്പോകും. രാജകുമാരനോടുള്ള സ്നേഹം കാരണം അവൾ അത് സമ്മതിച്ചു. മന്ത്രവാദിനി ഒരു മരുന്ന് നൽകി. അത് കുടിച്ചതും അവളുടെ മീൻവാൽ മാറി 2 മനോഹരമായ കാലുകൾ വന്നു. പക്ഷേ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. രാജകുമാരൻ കടൽ തീരത്ത് അവശയായി കിടക്കുന്ന അവളെ കണ്ടു. അദ്ദേഹം അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവൾക്ക് നൃത്തം ചെയ്യുവാൻ അറിയാമായിരുന്നു. ഓരോ ചുവട് വെക്കുമ്പോഴും അവൾക്ക് വലിയ വേദനയുണ്ടായെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്തു. രാജകുമാരൻ അവളെ സ്നേഹിച്ചു. പക്ഷേ അദ്ദേഹം കരുതിയിരുന്നത് തന്നെ രക്ഷിച്ചത് മറ്റേ പെൺകുട്ടിയാണെന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജകുമാരൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഏരിയലിന്റെ ഹൃദയം തകർന്നുപോയി. അവൾ കടൽ തീരത്തിരുന്നു കരഞ്ഞു. അപ്പോൾ അവളുടെ ചേച്ചിമാർ കടലിൽ നിന്ന് ഉയർന്നു വന്നു. അവരുടെ കയ്യിൽ ഒരു മാന്ത്രിക കത്തി ഉണ്ടായിരുന്നു. മോളെ, ഞങ്ങൾക്ക് ഈ കത്തി മന്ത്രവാദിനി തന്നതാണ്.
ഇതുപയോഗിച്ച് രാജകുമാരനെ കൊന്നാൽ നിനക്ക് വീണ്ടും മത്സ്യകന്യകയാവാം, അവർ പറഞ്ഞു. ഏരിയൽ രാജകുമാരന്റെ മുറിയിലെത്തി. അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവൾ അദ്ദേഹത്തെ അത്രയധികം സ്നേഹിച്ചിരുന്നു. അവൾ ആ കത്തി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. സൂര്യൻ ഉദിച്ചപ്പോൾ അവൾ പതുക്കെ പതുക്കെ കടലിലെ പതയായി മാറാൻ തുടങ്ങി. പെട്ടെന്ന് ചുറ്റും എന്തോ സംഭവിച്ചു. അവൾക്കൊരു മാറ്റം തോന്നി. അവൾ പതയായി മാറിയില്ല. പകരം അവൾ കാറ്റിലെ മാലാഖമാരുടെ കൂടെ പറന്നുയരുകയായിരുന്നു. അവൾ നോക്കിയപ്പോൾ മാലാഖമാർ പറഞ്ഞു, നിന്റെ സ്നേഹത്തിന് വേണ്ടി നീ സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായി. അതുകൊണ്ട് നീ ഇനിയും ജീവിക്കും. ഭൂമിയിലെ നല്ല കുട്ടികളെ കാണുമ്പോൾ സന്തോഷിക്കാനും അവരെ സഹായിക്കാനും മാലാഖമാർക്കൊപ്പം അവളും ആകാശത്തേക്ക് പറന്നുപോയി. അന്നു മുതൽ ഏരിയൽ സന്തോഷത്തോടെ ആകാശത്തിരുന്ന് രാജകുമാരനെ നോക്കി. അങ്ങനെ നമ്മുടെ കൊച്ചു മത്സ്യകന്യക ഏരിയൽ ആകാശത്തെ മാലാഖമാരുടെ കൂടെ നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പോയി. അവളിപ്പോൾ മേഘങ്ങൾക്കിടയിലിരുന്ന് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയാകും. ഇനി എൻ്റെ കുട്ടികൾ കണ്ണുകൾ പതുക്കെ അടച്ച് ഉറങ്ങിക്കൊള്ളൂ. സ്വപ്നത്തിൽ നിങ്ങൾക്കും ഏരിയലിന്റെ കൂടെ ആ അത്ഭുത ലോകത്തിലൂടെ പറന്നു നടക്കാം. കടലിലെ മുത്തുകളും ആകാശത്തിലെ നക്ഷത്രങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിൽ വരും. ശുഭരാത്രി.